ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. വളരെ ഉയരത്തിലുള്ള ഒരു പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഉറവപ്പാറ. കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആകാശമൊക്കെ നല്ല ഭംഗിയോടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, ഉച്ച സമയമാണ്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ക്ഷേത്ര സമയത്ത് നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. രാവിലെ 10 മണിയാകുമ്പോൾ അടയ്ക്കും. ആ സമയത്ത് വരെ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. മരമൊക്കെ നിൽപ്പുണ്ട്. പാറയ്ക്ക് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മരങ്ങളൊക്കെ പാറയുടെ മുകളിൽ നിൽക്കുന്ന മരങ്ങളാണ്. പ്രത്യേക ഭംഗിയാണ് മരങ്ങൾക്കൊക്കെ. ഇത് ക്ഷേത്രത്തിന്റെ കാര്യാലയമാണ്, ക്ഷേത്രത്തിന്റെ ഓഫീസാണ്. അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ആ ഭാഗത്തേക്ക് നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്, കണ്ടിട്ട് വരാം. പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാൻ. തൊടുപുഴയുടെ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, ടാങ്ക് ആണ്, കേരള വാട്ടർ അതോറിറ്റിയുടെയാണ്. ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്, ക്ഷേത്രക്കിണറായിരിക്കാം. അത് ആ ക്ഷേത്രത്തിന്റെ മതിലിനുള്ളിൽ നിന്നും പുറത്തേക്കുള്ള കിണറാണ്. ഈ സൈഡിലൊക്കെ മഴക്കാലത്തൊക്കെ തെന്നലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. 2 സൈഡിലേക്കും അഗാധമായ ഗർത്തമാണ്. ഒരൊറ്റ പാറയാണ്. പാറയുടെ 2 സൈഡിലേക്കും ഗർത്തമാണ്. ഇത് അമ്പലത്തിന്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ആകാശം നല്ല നീലിമയുള്ള ആകാശം. ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉറവപ്പാറ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രം ഇത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എത്തിച്ചേരാൻ. ഉറവപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണിത് ഇരിക്കുന്നത്. വളരെ ദൂരെയായിട്ടുള്ള കാഴ്ച, ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. ആകാശം നീണ്ട് കിടക്കുന്നത് കാണാം. അതിൻ്റെ ഒരു സൈഡാണത്. തൊടുപുഴയൊക്കെ നമുക്ക് വളരെ ദൂരെ കാണാവുന്നതാണ്. ഈ പാറയ്ക്ക് മുകളിലൂടെ നമുക്ക് അങ്ങ് നടന്ന് കാണാവുന്നതാണ്. കുറെ അങ്ങ് നടക്കാനുണ്ട്. ആ പാറയുടെ മുകളിൽ കൂടെ തന്നെ നമുക്ക് നടന്നു പോകാം. നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഒരു സൈഡിൽ കൂടെ 2 സൈഡിൽ കൂടെയും കൈവരികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാഴ്ചക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൈവരികളൊക്കെ വെച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. തൊടുപുഴയാണ് കാണുന്ന ഭാഗങ്ങളൊക്കെ, തൊടുപുഴയുടെ ഭാഗങ്ങളാണ്.
ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് ഇവിടെ നിന്നാണ്, അമ്പലത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വന്നത്. അതാണ് ആ കാഴ്ചകൾ കാണുന്നത്. ഇവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, വഴുതലുണ്ട്, തെന്നി വീഴരുതെന്ന് കൂടുതലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടി താഴെയായിട്ട് നല്ല ഗർത്തമാണ്. പാറയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങളും വിശ്വാസവും. അവരിവിടെ താമസിച്ച സമയത്ത് അവര് ഉണ്ടാക്കിയ അടുപ്പാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു 3 കല്ല് ഇവിടെ ഇരിപ്പുണ്ട്. വളരെ വലിയ 3 കല്ലാണ്. അടുപ്പ് കല്ല് പോലെ തന്നെ 3 എണ്ണം ചേർന്നിരിക്കുന്ന 3 കല്ലുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവര് ഉണ്ടാക്കിയ കല്ലാണ്, അല്ല അവർ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച കല്ലാണ് എന്നാണ് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ അടുപ്പാണെന്നാണ് പറയുന്നത്. വിശ്വാസങ്ങളൊക്കെ ഉള്ളതാണ് സ്ഥലമാണിത്. പാറ ഇങ്ങനെ വീണ്ടും ഇവിടുന്ന് തന്നെ ഒരു ചെറിയോടുകൂടി വീണ്ടും അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ് ഈ പാറ. ഇവിടെ അവസാനിക്കുന്നില്ല. പാറ കാണാൻ വളരെ വലിപ്പമുള്ള 3 കല്ലുകളാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ചെടികളും ഇതൊക്കെ ഉണ്ട്. റോഡിന്റെ അങ്ങേ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ആളുകൾക്ക് വരാവുന്നതാണ്. അങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വളരെ കുറച്ച് വീടുകളൊക്കെ ആ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പാറ വീണ്ടും അപ്പുറത്തേക്ക് തന്നെ ആ പാറയുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് പോയി കാണാം. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. മുൻഭാഗത്ത് നല്ലൊരു വ്യൂ ആണ്. ഇതൊരു വലിയ ബോർഡൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ. ഇവിടുത്തെ ക്ഷേത്ര സമയങ്ങളൊക്കെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഇത് ക്ഷേത്രക്കുളമാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ആമ്പൽക്കുളമാണ്. നിറയെ ആമ്പലുകളാണ്. 4 ചുറ്റിനും കൈവരി കെട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ അനുവാദമില്ല. നിറയെ ആമ്പലുകളുള്ള ഒരു കുളമാണത്. ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ചയാണത്. തൊടുപുഴ ഭാഗം തന്നെയാണ് ഈ കാണുന്നത്. തൊടുപുഴയുടെ പ്രാന്തപ്രദേശങ്ങളാണ് കാണുന്നത്. ഒരു ചെറിയ അമ്പൽക്കുളമാണ്. നിറയെ വെള്ളമുണ്ട്. ആമ്പലുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ക്ഷേത്രക്കുളം അശുദ്ധമാക്കരുത് എന്നുള്ളൊരു ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്.
ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഇതാണ് മുൻഭാഗം, അമ്പലത്തിന്റെ ജസ്റ്റ് ഫ്രണ്ട് സൈഡാണ് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ. ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഒരു 500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500 അടി എലവേഷനിലുള്ള ഒരു ക്ഷേത്രമാണിത്. അതിന്റെ നേരെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കാണുന്നത്. നടന്നു വരുന്നവർക്ക് ഈ ഭാഗത്തു കൂടി നടന്ന് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ്. ഇവിടെ താഴേക്ക് വഴിയുണ്ട്. നടന്നു വരുന്ന അമ്പലത്തിലേക്ക് നടന്നു വരുന്നവർക്ക് ഈ ഭാഗത്തൂടെ കയറി വരാവുന്നതാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി വന്നത് ഈ വഴിക്ക് കൂടിയാണ്. ഇതുവഴി താഴേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാവുന്നതാണ്. വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് കയറി വരുന്നത്.